ശരിക്കും അമ്മയെ കൂടെ കൊണ്ടുവരണമായിരുന്നു. 9 വീടുണ്ടെങ്കിൽ 9 ഗോളത്തിന്റെ 9 ദിക്കില്ല. അമ്മയ്ക്ക് അതറിയാം. അതല്ലേ നമ്മളെ തന്നെ പറഞ്ഞയച്ചത്. തെണ്ടിരാമികളെ രണ്ടും കൂടി പോയി തെണ്ടിക്കോട്ടെ എന്ന് കണക്കാക്കി കാണും. ആരാ ഇങ്ങോട്ട് പറഞ്ഞുണ്ട്? ഇങ്ങോട്ടാ? ആരാ ഇതിപ്പോ? എന്താണ്ടാ ഇത്? വേല കാണാൻ നിക്കണ പോലെ? ഈ മണ്ണാർത്തൊടിയിലെ വീട്? ഈ മണ്ണാർത്തൊടി എന്താ സംഗതി? എവിടുന്നാ? ഞങ്ങള് ടൗണിന്നാ. ആ തോന്നി. എന്താ ഇപ്പൊ മണ്ണാറത്തൊടിയിലേക്ക് പോയിട്ട്? ഞാൻ തന്നെ മണ്ണാറത്തൊടി, അതുകൊണ്ടാ ചോദിക്കണേ. ജയകൃഷ്ണ മേനോൻ. ആ അതന്നെ. എങ്ങനെ കേട്ടിട്ടുണ്ടാവും അല്ലേ? ഉവ്വ്, കണ്ടിട്ടുമുണ്ട്. കോളേജിൽ എന്റെ 2 വർഷം സീനിയർ ആയിട്ടുണ്ടായിരുന്നു. ഓ, എന്താ കുട്ടിയുടെ പേര്? രഞ്ജിനി. രഞ്ജിനി? ഓർക്കാൻ വഴിയില്ല. പക്ഷേ അന്നത്തിൽ നിന്നൊക്കെ ജയകൃഷ്ണൻ എന്ത് മാറിപ്പോയി. ആ പിന്നെ മാറാതെ എങ്ങനാ? ആട്ടെ രഞ്ജിനി, നീ ഇപ്പൊ എന്താ ചെയ്യണേ? ടീച്ചർ. സ്കൂളിൽ പിള്ളേരെയും പഠിപ്പിച്ച് കഴിഞ്ഞു വിടുന്നു. കഴിഞ്ഞോ? എവിടാ കക്ഷി? പുറത്താ. പുറത്തെന്ന് പറയുമ്പോ? സൗദിയില്. ഓ, അപ്പൊ ആണ്ടിലൊരിക്കലാ കാണല്. ആ, ഇപ്പൊ ഒന്ന് വന്നിട്ട് പോയതേ ഉള്ളൂ. കഷ്ടം തന്നെ അല്ലേ? ഞങ്ങള് ഒരു ക്ഷണനത്തിന് വന്നതാ. ക്ഷണനോ? എന്തിന്റെ? ഒരു സപ്തതിക്ക്. സപ്തതി എന്ന് പറയുമ്പോ 70 വയസ്സ് അതല്ലേ? കണ്ടിട്ട് അത്രയ്ക്ക് കൊണ്ട് തോന്നുന്നില്ലല്ലോ രണ്ടാൾക്കും. ഞങ്ങൾക്കല്ല, ഞങ്ങളുടെ മുത്തശ്ശിക്ക് 70. ആരുടെ മുത്തശ്ശി? ഞങ്ങളുടെ രണ്ടാളുടെ. ഇത് രാധ, അച്ഛമ്മയുടെ മോള്, എന്റെ അച്ഛന്റെ അനിയത്തിയുടെ മോള്. ഞാനിപ്പോ ടൗണില് ഇവരുടെ ഒപ്പാ താമസിക്കണേ. എന്നാ ഇതിപ്പോ? 7th. അടുത്ത മാസം. ഈ മാസം ഇനിയിപ്പോ 7th ഇല്ലല്ലോ. ആ, എനിക്ക് വരാൻ പറ്റില്ല. വേണമെന്നില്ല, ഞങ്ങള് പെണ്ണുങ്ങളെ ക്ഷണിക്കാൻ വന്നവരാ. മാലിനി ചേച്ചിയും ശ്രീദേവിക്കുട്ടിയും കാർത്തെടുത്തമ്മയൊക്കെ ഉണ്ടല്ലോ. അവരാരെങ്കിലും വരാണ്ടിരിക്കില്ല. അവരെയൊക്കെ എങ്ങനെ അറിയാൻ തനിക്ക്? അതോ, മാലിനി ചേച്ചിയുടെ മരിച്ചുപോയ ഹസ്ബൻഡ് ഇല്ലേ, കുഞ്ഞികൃഷ്ണേട്ടൻ? അതെ. കുഞ്ഞികൃഷ്ണേട്ടന്റെ സിസ്റ്ററിന്റെ ഹസ്ബൻഡ് KR പാരാത്ത്. KRന്റെ സിസ്റ്ററിനെ കെട്ടിരിക്കുന്നത് രാധയുടെ ഫാദറാ. അതായത് എന്റെ അമ്മയുടെ ചേട്ടൻ ഭാസ്കരൻ മാമ. അപ്പൊ തിരുവാർപ്പത്ത് അവിടുത്തെ. ഇപ്പഴാ ആളെ തിരിഞ്ഞത്. നിന്റെ ഒരു ചേട്ടനില്ലേ ഈ വാരികയിലൊക്കെ ലേഖനങ്ങൾ എഴുതുന്ന ഒരു കക്ഷി, മാധവൻ? ഉണ്ട്. അപ്പൊ നീ ഇവിടെ വന്നിട്ടുണ്ട്? ഉണ്ട്, വളരെ പണ്ട്. എന്ത് പെട്ടെന്ന് നീ പണ്ടാരം കയറി വളർന്നത്. ഇവളിവിടെ വരുമ്പോ ഒരു താക്കോലോളം ഉണ്ടായിരുന്നുള്ളൂ. മാധവന്റെ സൈക്കിളിന്റെ ഹാൻഡിൽ ബാറുമേലിരുന്ന് ഈ പാടവരമ്പത്തൂടെ വരുന്ന കാലത്ത് ഇവള് ഈ ഗൗളിയുടെ മറ്റും കുഞ്ഞില്ലേ, അത് മാതിരി ഇരുന്നതാ. അപ്പോ വീട്ടിലേക്ക് വരില്ലേ? ആ നോക്കാം. ഇവിടുന്ന് നേരെ അങ്ങ് നടന്നാ മതി. ചെന്ന് കയറുന്ന നമ്മുടെ അടയ്ക്കാത്തോട്ടത്തില. അവിടെ എത്തുമ്പോഴേക്ക് വീട് കാണാറാവും. നേരെ നടന്നോ. അതെ, നിന്റെ പേരെന്താ പറഞ്ഞ? രാധ. ആ, രാധ. പിന്നെ വലിയ പരിചയം അടുപ്പമില്ലാത്ത ആൾക്കാരെ കയറി എടി അവളെന്നൊക്കെ സംബോധന ചെയ്യുന്നത് എന്താ കുട്ടിയത്? പിന്നെ ഇങ്ങനെയുണ്ടോ ഒരു വട്ടമോറിന്റെ ഒരു കൾച്ചർ? പെൺകുട്ടിയെ ഇഷ്ടായെന്നേ ഇപ്പൊ ഇവിടെ പറഞ്ഞിട്ടുള്ളൂ. ചേടാ, എന്നാൽ അത് ആ കുട്ടി ഇവിടെ ഉള്ളപ്പോ എന്നോട് പറഞ്ഞുകൂടായിരുന്നില്ലേ? പറഞ്ഞിരുന്നെങ്കില് എങ്കിൽ ഞാൻ മെല്ലെ രഞ്ജിനിയോട് ചോദിക്കായിരുന്നു. രഞ്ജിനി അവളോട് വശമായിട്ട് തിരക്കാനല്ലോ. എന്തിനാ ഇപ്പൊ അങ്ങനെ വളഞ്ഞിട്ടൊരു മൂക്കേത്തുള്ളേ? എനിക്ക് അവളോട് നേരിട്ടാ പറഞ്ഞൂടെ? പറഞ്ഞാലെന്താ, ചാടിക്കടിക്കോ? എങ്ങനെ പറയാൻ പറ്റൂ ഇപ്പോഴത്തെ പിള്ളേരുടെ കാര്യം? പക്ഷെ നമ്മളൊന്ന് ആലോചിച്ചാൽ അവരിവിടെ ഒന്ന് എടുത്തോണ്ട് പോകും. അത് എന്റെ മിടുക്കൊന്നുമില്ലടാ പൊണ്ണാ. ജസ്റ്റിസ് തമ്പുരാന്റെ മോനാന്നൊരു ഖ്യാതി ഉള്ളതുകൊണ്ടാ.
അല്ലാണ്ട് പിന്നെ നിന്നെ കെട്ടാൻ ബുദ്ധിയും പരിഷ്കാരമുള്ള ഒരു പെണ്ണ് തയ്യാറാവുന്ന ഒറ്റ ഒഴി. ജേഷ ഇപ്പൊ വല്ല അടിക്കും. എല്ലാം ക്ലാസ്സിൽ കയറി കഴിഞ്ഞാൽ പിന്നെ നമ്മളിവിടെ 1.5 മണിക്കൂർ സ്റ്റക്കാ. പറഞ്ഞേക്കാം. ക്ലാസ്സിലാണെങ്കിൽ ക്ലാസ്സിൽ നിന്ന് വിളിച്ചിറക്കോടോ. നീ എന്താ ധരിച്ചിരിക്കണേ? എടാ ഇത് നമ്മടെ കോളേജാ. നമ്മള് 4 കൊല്ലം കിടന്ന് വിലസിയ സ്ഥലാ. ഇപ്പൊ ഇവിടെ പ്രിൻസിപ്പൽ ആയിട്ടിരിക്കുന്ന വിദ്വാൻ ആദ്യം മദ്യം തൊടണ ഞാൻ ഒഴിച്ചു കൊടുത്തിട്ട് അറിയോ? അന്ന് മൂപ്പര് പ്രൊഫസറാ. ചെല്ല് ആമ്പിള്ളാരെ സൂക്ഷിച്ചോണ്ടാ മതി. എന്താ ആമ്പിള്ളാര്? അതെ, സീരിയസ് ആയിട്ട് തന്നെയാണ്. ഉടനെ ഒരു മറുപടി കിട്ടാൻ വേണ്ടിട്ടല്ല, പറയാണ്ടിരിക്കാൻ പറ്റാത്തതുകൊണ്ടാ ഇങ്ങനെ ക്രാഷ് ലാൻഡ് ചെയ്ത്. നിങ്ങൾ ഇതെന്താ കാലത്ത് കോളേജിൽ വന്ന് കയറിയിട്ട്? ഇതിപ്പോ കിടന്നിട്ടൊരു സീൻ സൃഷ്ടിക്കാനല്ല. മറുപടി എന്നോടായിട്ട് പറയാൻ വേണ്ട. മാലിനി ചേച്ചിയോ രഞ്ജിനിയോ ആരെങ്കിലും ചോദിക്കും, അവരോട് മറുപടി പറഞ്ഞാ മതി. അതുവരെ ഈ സ്വൈര്യക്കേട് അങ്ങനെ തന്നെ നിന്നോട്ടെ. അതെനിക്കിഷ്ടാ. മാലിനി ചേച്ചിയോട് രഞ്ജിനി ചേച്ചിയോടൊക്കെ എനിക്കൊന്നും പറയാനില്ല. ഇപ്പോഴേ അങ്ങ് പറഞ്ഞേക്കാം, എനിക്ക് നിങ്ങളെ ഇഷ്ടമല്ല. നിങ്ങളെ പറ്റി ഞാൻ ഒരുപാട് കേട്ടിട്ടുണ്ട്. കണ്ടപ്പോ കേട്ടതിനേക്കാൾ കഷ്ടമെന്ന് മനസ്സിലാവുകയും ചെയ്തു. എന്തെങ്കിലും ഒരു സ്വൈര്യക്കേട് വേണമെന്നല്ലേ ഉള്ളൂ. എന്നെ ഒഴിവാക്കിയേക്കൂ പ്ലീസ്. എക്സ്ക്യൂസ് മീ. കണ്ടോ? ഇല്ല, കാണാൻ പറ്റില്ല. ഞാൻ അപ്പോഴേ പറഞ്ഞില്ലേ. അപ്പൊ നമ്മളിനി പോന്നു. പോയിട്ട് ഓരോ നാരങ്ങ വെള്ളം കാച്ചിയാലോ? നാരങ്ങ വെള്ളം ഇന്നിപ്പോ ഈ നേരത്ത്
ഇതന്നെയാന്നാ തോന്നുന്നത്. വായിച്ചു നോക്കി. ക്ലാര. അതന്നെ. ക്ലാര ആരാ തങ്ങളെ? ക്ലാര ഫീൽഡിലുള്ള പാർട്ടീസ് വല്ലതാണോ? എങ്കിൽ ഞാൻ മാഷെ ബുദ്ധിമുട്ടിക്കേണ്ടി വരില്ലായിരുന്നല്ലോ. ഇവക്ക് എന്റെ സെറ്റപ്പിലൂടെ ഈ ഫീൽഡ് ഒന്ന് ഇറങ്ങണമെന്നുണ്ട്. എന്തിന്? ജീവിക്കാൻ വേണ്ടിട്ട് തന്നെ, അല്ലാതെ പിന്നെന്തിന്? അവളെ ചുമതലയോടെ ഇറക്കിക്കൊണ്ടുപോരുന്ന കാര്യം ഞാൻ ഏറ്റിട്ട് വന്നിരിക്കുക. അതിനുള്ളൊരു പദ്ധതി ഞാനും അവളുടെ രണ്ടാനമ്മയും കൂടി സംസാരിച്ചിട്ടുമുണ്ട്. അതിനാ ഈ അഡ്രസ്. ഈ അഡ്രസ് വെച്ച് നമ്മൾ എന്താ ചെയ്യേണ്ടത്? നമ്മളൊരു കത്തെഴുതുന്നു. ഇവിടെ അടുത്തുള്ള ഒരു കന്യാസ്ത്രീ മഠത്തിന്റെ മദർ സുപ്പീരിയറിന്റെ വകയായിട്ടൊരു കത്ത്. ആര്? ഞാൻ എഴുതുന്ന? എനിക്ക് ഈ എഴുത്തും വായന അറിയാത്തോണ്ടല്ലേ മാഷെ ബുദ്ധിമുട്ടിക്കണേ. അപ്പോ മദർ സുപ്പീരിയർ എന്താ എഴുതേണ്ടത്? അതൊക്കെ പറയാം. അതിനു മുമ്പായിട്ട് ഇവളാര്, ഇവക്കാര് എന്നൊക്കെയുള്ള കാര്യങ്ങൾ മാഷും കൂടെ ഒന്ന് അറിഞ്ഞിരിക്കണം. വേണം. തങ്ങൾ എവിടെ വെച്ച് മുട്ടി ഈ കക്ഷിയെ? ശരിക്ക് പറഞ്ഞാൽ കാണുന്ന ഏതാണ്ട് ഒരു കൊല്ലം മുമ്പാ ഈ ടൗണിൽ വെച്ച് തന്നെ എക്സ്കർഷന് വന്ന ഏതോ പിള്ളേർ ഗ്രൂപ്പിന്റെ ഇടയിൽ വെച്ച്. അന്നേ ഞാൻ ഈ കൊച്ചിനെ ശ്രദ്ധിച്ചതാ. പിന്നെ കഴിഞ്ഞ ആഴ്ച അത് വശാ കണ്ടതാ. നമ്മുടെ ഈ ലോകം ചുറ്റലിനിടയിൽ ഒരു ബോട്ടി വെച്ച്. ഞാനൊരു പൊടി വയസ്സനായതുകൊണ്ട് കുശലം ചോദിച്ചാലും ആർക്കും ഒന്നും തോന്നുകയല്ലോ. അങ്ങനെ കയറി മുട്ടി. മുട്ടിയിട്ട്? തള്ളയില്ല, ചത്തുപോയി. തന്തയുണ്ട്. പഠിപ്പ്? പ്രീ ഡിഗ്രി പഠിച്ച് തോറ്റു നിൽക്കുക. തന്ത ഭയങ്കര വെള്ളമാ, ആൽക്കഹോളിക്കാ. അപ്പോ അതിൻ്റെതായ സാമ്പത്തിക പ്രശ്നങ്ങളുണ്ട് വീട്ടില്. രണ്ടാം തള്ളയുണ്ട്. അവരുടെ പിള്ളേരേ ഉള്ളൂ നമ്മുടെ പെണ്ണിന് കൂടപ്പിറപ്പുകളായിട്ട്. തങ്ങൾ അവരുടെ വീട്ടിൽ പോയിരുന്നോ? പോയിരുന്നു. രണ്ടാനമ്മയായിട്ട് കാര്യങ്ങൾ സംസാരിച്ചു. എന്നിട്ട്? അവരെപ്പോ എന്നെപ്പോലെ ഒരാളെ പ്രതീക്ഷിച്ചിരുന്ന പോലെയാ. കുറെ കാലം കൊണ്ട് ആലോചിച്ച് ക്ലാരയെ വീട്ടിൽ നിന്ന് ഇറക്കി വിടാൻ അവരൊരു പദ്ധതി പോലും കണ്ടുപിടിച്ചു വെച്ചിരിക്കുന്നു. കൊച്ചിനെ മടത്തി ചേർക്കുക. അതിന് തന്തയുടെ ആശീർവാദം വാങ്ങിച്ചു കഴിഞ്ഞു. അങ്ങോരെയും അങ്ങേര് വഴി മരിച്ചുപോയ തള്ളയുടെ ഒരു സഹോദരനെ ഒന്ന് ബോധ്യപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് ഈ കത്ത്. മടത്തി എന്നുള്ള കത്ത്. അത് കിട്ടിയ അവൾക്ക് പുറത്തു ചാടാം. കുറെ കാലത്തേക്ക് പിന്നെ അങ്ങോട്ട് പോകണ്ട. അത് അയപ്പിക്കാമെന്ന് ഏറ്റിട്ട് പോന്നിരിക്കുക ഞാൻ. ഈ മദർ സുപ്പീരിയർ എഴുതുന്ന എങ്ങനെയാണെന്ന് എനിക്കറിയില്ലല്ലോ തങ്ങളെ. അതൊക്കെ ഒരു ചടങ്ങല്ലേ. അങ്ങ് എഴുതിയാ മതി, ഒത്തു വന്നോളും. അങ്ങനെയാണെങ്കിൽ തന്നെ അവരുടെ ലെറ്റർ ഹെഡും ഒക്കെ വേണ്ടേ? അതിനാണോ പാട്? ഒന്നും ഒത്തില്ലെങ്കിൽ ഒന്നങ്ങ് അച്ചടിപ്പിച്ചാ പോരെ. അതൊക്കെയായിട്ട് ഞാൻ കാലത്തങ്ങ് വീട്ടിൽ വരാം. മാഷ് പോയിരുന്ന് കത്തൊരെണ്ണം കാര്യമായിട്ട് കാച്ചിയരെ. മറ്റേ ചെക്കൻ പറഞ്ഞ പോലെ ഇനി ഇവിടെ നിന്ന് നാരങ്ങാ വെള്ളം കുടിക്കാതെ സ്ഥലം വിട്. വേണേ ഞാൻ തന്നെ സ്റ്റാൻഡിൽ കൊണ്ടുവന്ന് ബസ് കയറ്റി വിടാം. വാ. എന്നാലും നീ എങ്ങനെ അറുത്തു മുറിച്ച് പറഞ്ഞളയണ്ടായിരുന്നു. അല്ലാണ്ട് പിന്നെ തോന്നിയാസനമില്ല അതിലൊക്കെ. പിസ്ക്കെന്ന് മാത്രല്ല നാണവും ഇല്ല. അങ്ങനെ അങ്ങ് ഒഴിച്ചുവിട്ടോണ്ട് ഇനിയിപ്പോ ശല്യം ഉണ്ടാവില്ലല്ലോ. ഏതായാലും മൂപ്പര് വന്നോണ്ട് കോളേജിൽ ആമ്പിളർക്കൊരു നേട്ടണ്ടായി. എന്നെ വിളിക്കാൻ ഒരു പേര് കിട്ടി. പേര് ഉറച്ചോ? വിളിച്ചു തുടങ്ങി. എന്താ വിളിക്കണേ? അങ്ങനെ തന്നെയാ? ആ മണ്ണാർത്തോടിയിലെ ജയകൃഷ്ണൻ നിന്നെ ഇന്നലെ കോളേജ് വന്ന് കണ്ടായിരുന്നോ? ഏട്ടനോട് കാര്യം പറഞ്ഞു. അപ്പൊ അവിടെ ഉണ്ടായിരുന്ന ഒരു കുട്ടിയുടെ ബ്രദർ വിളിച്ചു പറഞ്ഞു. ഓ, അതിനു മുമ്പ് ന്യൂസായോ? രാത്രി വരൂ. ഇനിയിപ്പോ എന്തൊക്കെയാണാവോ കഥകള്. ശനിയെ പോയി പണി നോക്കാൻ പറഞ്ഞപ്പോ അങ്ങോരാ പോയി. എന്തോ വീട്ടുവർത്താനവും പറഞ്ഞ് പ്രാന്തനെ പോലെ. അത്ര തന്നെ. അവൻ അറിയാതിരിക്കണമല്ലോ നീ എന്റെ അനിയത്തിയാണെന്ന്. അറിയാം, അന്നത് പറയും ചെയ്തു. ഇനി ഒരിക്കൽ അയാളുടെ ഭാഗത്തു നിന്ന് എന്തെങ്കിലും ഒരു അപ്രോച്ച് ഉണ്ടായാൽ അപ്പൊ തന്നെ അതിനെ അറിയിച്ചേക്കണം. ഇനി എന്താ അപ്രോച്ചാ? അയാൾ ഇനി ആ വഴിക്ക് വരില്ല. ശരിക്കും വളറിയിട്ടാ പോയിരിക്കണേ ചങ്കു.
മൂപ്പരിപ്പോ വേറെ ഏതെങ്കിലും പെണ്ണിനോട് ഇതേ ഡയലോഗും പറഞ്ഞ് നടക്കുകയായിരിക്കും. ആയിരിക്കില്ല. അവിടെയാ നീ സൂക്ഷിക്കേണ്ടത്. എനിക്ക് ജയകൃഷ്ണനെ എത്ര വർഷമായിട്ട് അറിയുന്നതാ. മൂപ്പരുടെ ഒരു 100 വിക്രികളുടെ കഥകളും എനിക്ക് പറയാൻ പറ്റും. പക്ഷെ എന്റെ അറിവില് ജയകൃഷ്ണൻ ഏതെങ്കിലും ഒരു പെണ്ണിനോട് എന്തെങ്കിലും റിക്വസ്റ്റ് നടത്തുന്ന സംഭവം ഇതാദ്യമായിരിക്കും. ശരിക്കും ആദ്യമായിരിക്കും. അതുകൊണ്ട് തന്നെ നിന്റെ ഈ എടുത്തടിച്ചുള്ള മറുപടി അയാൾ ആകെ ഒലിച്ചിട്ടുണ്ടാവണം എന്റെ കണക്കൂട്ടലില്. എപ്പോഴൊക്കെ എന്തൊക്കെ കാണിച്ചു കൂട്ടുമെന്ന് ഏറ്റവും അടുത്ത ഫ്രണ്ട്സിന് പോലും പറയാൻ പറ്റാത്തൊരു ടൈപ്പാണ് ആ മനുഷ്യൻ. ഒറ്റൊരു സ്റ്റെപ്പ് എടുക്കുന്നത് പറഞ്ഞാൽ കഴിഞ്ഞാൻ പൊട്ടിയെന്ന് കണക്കാക്കേണ്ട ഒരു ടൈപ്പ്. ഈ ടൗണിൽ തന്നെ അയാൾക്ക് വേണ്ടി എന്തും ചെയ്യാൻ തയ്യാറായിട്ടുള്ള ഒരു അണ്ടർവേൾഡ് ഉണ്ട്, അറിയോ? അതുകൊണ്ടാ പറഞ്ഞേ, എന്തെങ്കിലും ഒരു ചെറിയ മൂവുണ്ടായാൽ പോലും വിവരം എന്നെ അറിയിച്ചോണ്ടെന്ന്. മനസ്സിലായോ? ആ പോയിക്കോളൂ. മനസ്സിലായില്ല. ജയകൃഷ്ണൻ മണ്ണാറത്തൊടി. ഇതന്നെ മോനുണ്ടല്ലോ, വിളിക്കാം. കേറിയിരിക്ക. എവിടുന്ന് വരണാവോ? അങ്ങനെയില്ല, ഇവിടെ വന്നപ്പോ. അല്ല, ഈ ഭാഗത്തൊന്നും കണ്ടിട്ടില്ല. ഞാനിങ്ങനെ ഈ ഭാഗത്ത് അധികം അങ്ങനെ വന്നിട്ടില്ല. മാഷേ, അയ്യോ മാഷ എന്താ ഈ വഴിക്ക്? അമ്മയ്ക്കറിയില്ലേ കുരുക്കൾ മാഷ്? എന്നെ 4 5 പഠിപ്പിച്ചല്ലോ മാഷ, കുരുക്കൾ മാഷേ. എത്ര കാലം മാഷ ഒന്ന് കണ്ടിട്ട്. ഇതെന്താ ഇപ്പൊ ഈ വഴിക്കൊക്കെ ഒന്ന് വരാൻ തോന്നുന്നത്? മാഷ് കേറിയിരിക്ക. വരൂ. ഇരിക്കടോ, ഇരിക്കാൻ. മാഷക്കിപ്പൊ കുടിക്കാൻ കാപ്പിയോ ഹോർലിക്സോ ഒന്നും വേണമെന്നില്ല. അത് പറ്റില്ല. എന്തെങ്കിലും ഒന്ന് കഴിക്കാതെങ്ങനെ? ചായ? ഓ, മാഷിപ്പോഴും ചായ ഇരിക്കില്ലല്ലോ. എന്താ ഓർമ്മ, പണ്ടും ഇങ്ങനെ തന്നെയാ. വാശി അന്നത്തെ മാതിരി തന്നെയാ. മാഷ്ക്ക് തൽക്കാലം നമുക്ക് ഓരോ നാരങ്ങ വെള്ളം കൊടുക്കാം, എന്താ? അല്ലേ മാഷേ? അതെ, അത് മതി. കരിക്കുമ്പള്ള ആയാലോ? വേണ്ട, നാരങ്ങ വെള്ളം തന്നെ മതി. മറ്റേ കുട്ടി വന്നു. ആരെ? ക്ലാര. അമ്മ, അവിടെ ഇത്തിരി അവലുണ്ടോ നനച്ചെടുക്കാൻ? ഉണ്ടല്ലോ. എങ്കിലും നനച്ച് ഇത്തിരി കദളിപ്പഴ അരിഞ്ഞിട്ട് ശരിയാക്കി കൊണ്ടുവരൂ. മാഷക്ക് നല്ല വിശപ്പുണ്ട്. അമ്മയുടെ മുമ്പിൽ മൂപ്പര് വെറുതെ മേനി പറഞ്ഞതാ. ഞാൻ എന്താ മാഷ ഈ പറമ്പൊക്കെ ഒന്ന് കാണിച്ചിട്ട് കൊണ്ടുവരാം. കൂടെ ആ രണ്ടാനമ്മയുണ്ട്. എനിക്ക് വേണ്ടി മാഷ് ഒരു സഹായം കൂടെ ചെയ്തു തരണം. ആ കുട്ടിയുടെ മനസ്സൊന്ന് അറിഞ്ഞു തരണം. ഞാൻ എങ്ങനെ? എനിക്ക് ഈ കാര്യത്തിൽ മാഷയല്ലാതെ വേറൊരാളെ വിശ്വസിക്കാൻ പ്രയാസമായതുകൊണ്ടാണ് ഇവിടെ തന്നെ വന്ന് ബുദ്ധിമുട്ടിക്കണം. ആ കുട്ടി എന്റെ കയ്യിൽ ഒതുങ്ങിയാൽ വേറൊരൊറ്റ പെൺകുട്ടി ഇല്ലെങ്കിൽ പോലും ഞാൻ രക്ഷപ്പെടും. അവളും രക്ഷപ്പെടും.